ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഏകദേശം ഒരു 3 മാസമായല്ലേ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ വീഡിയോ ഇടാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ മാട്ടൂലുള്ള എൻ്റെ അമ്മമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 45 ദിവസമേ ആയുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസിലും ഷോർട്സിലെല്ലാം അമ്മമ്മേൻ്റെ ചെറിയ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ആ അമ്മമ്മയാണ് പോയത്. അപ്പം അതിന് മുന്നേ ഒരു മാസം 1.5 മാസം അമ്മമ്മ ഹോസ്പിറ്റലിലേനും ഒരു 3 ഹോസ്പിറ്റലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ടുണ്ടായിന്. പെട്ടെന്ന് ഒരു പനി വന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു പനി വന്നു. അപ്പോൾ പനി വന്നപ്പോൾ യൂറിൻ ഇൻഫെക്ഷനായി. അത് നല്ലോണമായിട്ട് നമ്മളെ മേലോട്ട് ബോഡിയിലുള്ള ഓരോ പാർട്സിനെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതാണ് മരണകാരണം. അപ്പം അപ്പോൾ അമ്മമ്മ ഇപ്പം നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളെല്ലാം തന്നെയാണ്. കാരണം നമ്മൾ ആയ കാലം തൊട്ടിട്ട് കാണുന്ന അമ്മമ്മയാണ്. ഇപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ആണ്. അമ്മമ്മ ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റായത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. നമ്മളെ കണ്ണൂർ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ടുള്ള കുഞ്ഞു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് രാത്രിയാണ് പോയത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗ്സിൽ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മളിതാ വൈകുന്നേരമാണ് പോയത്. 5:30 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതര കാഴ്ചയാണ് ഓടപ്പൂക്കൾ. അപ്പോൾ ഓടപ്പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ നമ്മൾ കൊല്ലത്താല തൂക്കും. അതിങ്ങനെ എവിടെയെങ്കിലും കെട്ടിയിടും. നമുക്ക് വീടിന് ഐശ്വര്യമാണിത്. അപ്പോൾ കൊല്ലത്താലുള്ളത് ഈ കൊല്ലുള്ളത് അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് കളയും, പുതിയത് നമ്മൾ തൂക്കും. അപ്പോൾ നമ്മൾ വേറെ എവിടെയും ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയും ലോകത്തിലെവിടെയും നമുക്കിങ്ങനെ ഒരു അമ്പലവും കാണാൻ കഴിയില്ല. കാരണം അമ്പലമായിട്ടില്ല, ഇവിടെ ഇങ്ങനെ ഓല കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് ബാവലി പുഴയാണ് സൈഡിലോട്ട് ഒഴുകുന്നത്. ഇവിടുന്ന് കുളിച്ച് തൊഴുതിട്ട് വേണം ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു കല്ലുണ്ടാവും. കല്ലിൽ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ചാലിച്ചിട്ട് അതൊരു ചന്ദനം പോലെ തൊട്ടിട്ട് വേണം നമ്മൾ ഈറനോടെ ഭഗവാനെ കാണാൻ പോകണം. അപ്പോൾ ഇപ്പം പണ്ടെല്ലാം നമ്മൾ അമ്മേൻ്റെ പരം പോകുമ്പോൾ കുളിച്ചിട്ട് തന്നെയാണ് പോക്ക്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് അധികം പോക്ക്. കല്യാണം കഴിഞ്ഞാൽ രാത്രിക്ക് തന്നെയാണ് പോക്ക്. അപ്പോൾ കുളിക്കാനൊന്നും നിൽക്കില്ല, വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വരും, നേരിട്ട് ഭഗവാനെ പോയിട്ട് കാണലാണ്. അപ്പം ഇതൊരു ദക്ഷയാഗ ഭൂമിയാണ്. പണ്ട് ദക്ഷൻ യാഗം നടത്തിയപ്പോൾ 3 ലോകങ്ങളും ക്ഷണിച്ചു. പക്ഷേങ്കിൽ ശിവനെയും പാർവതിനെയും ക്ഷണിച്ചില്ല. പാർവതീൻ്റെ അച്ഛനാണ് ദക്ഷൻ. അപ്പോൾ ക്ഷണിക്കാതപ്പോൾ എൻ്റെ അച്ഛനല്ലേ ഞാൻ പോയിക്കോളും, ക്ഷണിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല എന്നുള്ള പോകണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സതീദേവി പോവും. അപ്പം പോകുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, നീ അഥവാ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അപ്പം അവിടുന്ന് സതീദേവിക്ക് തന്നെ ഭയങ്കരമായിട്ട് അപമാനം ഉണ്ടായി. ദക്ഷനടക്കം എല്ലാവരും അപമാനിച്ചു. അവസാനം ശിവനെയും അപമാനിച്ചപ്പം ആ സങ്കടം സഹിക്കാൻ വയ്യാതെ സതീദേവി യാഗത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് സ്വയം കത്തിയമർന്നു. അപ്പോൾ ഈ ഒരു വിഷമം ഈ ഒരു സംഭവം നമ്മൾ ശിവഭഗവാൻ കേട്ട് അവിടെയുള്ള ഭൂതഗണങ്ങളും ശിവനും എല്ലാം കൂടിയിട്ട് യാഗഭൂമിയിലെത്തി. യാഗഭൂമി അടിച്ച് തിമിർത്തു. നമ്മളെ ദക്ഷൻ്റെ കഴുത്തറുത്തു. പിന്നെ അങ്ങനെ ഒരുപാട് നമ്മളെ ശിവൻ്റെ ജട പറിച്ചൂരി. അതാണ് ഓടപ്പൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. അതിനുശേഷം ശിവൻ്റെ ഈ ഒരു കോപം തണുത്തപ്പോൾ ഈ കഴുത്ത് പോയ നമ്മളെ ദക്ഷന് തിരിച്ച് ഒരു ആടിൻ്റെ തല വെച്ചു കൊടുത്തു. എല്ലാവരും ഒരു അഭ്യർത്ഥന മൂലം അങ്ങനെ ആടിൻ്റെ തല തിരിച്ച് വെച്ചു കൊടുത്തു. അങ്ങനെയുള്ളതാണ് ഈ കഥ. അപ്പോൾ ഇത് കൊല്ലത്താൽ ഇവിടെ ഈ ഒരു ഉത്സവ സമയത്ത് ഓല കൊണ്ട് മേയിച്ച ഒരുപാട് ഇങ്ങനെ ഇല്ലം പോലെ ഇല്ലല്ല ഓരോ വീടുകളുണ്ടാവും. അത് ഓരോ തറവാട്ടുകാരതാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളെ ഭഗവാന്റെ ഈ തിരുവഞ്ചിറാൻ്റെ മൂലയാണ് മണിത്തണ വരിക. അവിടെ ഓല കൊണ്ട് മേയിച്ചതാണ്. ഇവിടെ എനിക്ക് ക്ഷേത്രം വേണ്ട, ഇവിടെ ഇങ്ങനെ ഒരു ഓല മതി. അതും ഇക്കൊല്ലുള്ളത് ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം പൊട്ടിച്ച് വെള്ളത്തിലിടും. അപ്പോൾ അങ്ങനെ ആണ് സംഭവം. അപ്പോൾ നമ്മളെന്താ പറയുക, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേക ഒരു വൈബാണ്. കാരണം നമുക്ക് എവിടെയും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയില്ല. ഇതാണ് കേട്ടോ ഭഗവാൻ്റെ അടുത്തേക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ ഒരുപാട് ക്യൂ, നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടായിന്. കുറച്ച് ദിവസം മുന്നേ അമ്മയും റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ടായിന്. അവർ വന്നിട്ട് പുലച്ചക്ക് 4 മണിക്ക് എത്തിയിട്ട് രാവിലെ 8 മണിക്കാണ് ദർശനം കിട്ടിയത്. അതുവരെ അവർ ക്യൂവിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ജസ്റ്റ് 1.5 മണിക്കൂർ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ഭഗവാന്റെ സഹായം കൊണ്ട് മഴയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല സുന്ദരമായിട്ട് തൊഴുതു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കയ്യാലകൾ അവിടെ കാണും. ഇതെല്ലാം നമ്മളെ കൊട്ടിയൂരിലെ പ്രധാന സവിശേഷതകൾ. ഇതാണ് കേട്ടോ സതീദേവി സ്വയംഭുവായ സ്ഥലം. അപ്പം അതെല്ലാം ഒന്ന് തൊഴുതു. അപ്പോൾ ഇപ്പുറം ചാക്യാർകൂത്ത് വഴിപാടായിട്ട് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മളൊന്ന് വലം വെച്ചിട്ടാണ് നമ്മൾ ക്യൂവിൽ വന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലോട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. വെള്ളത്തിലാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പകൽ ഇതിലും തിരക്ക് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ പോകുമ്പോൾ തന്നെ തിരക്ക് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് രാത്രിക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ രാത്രി നല്ല തിരക്കുണ്ടായിന്. കുറേ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നതിന്. ആ തറയിലാണ് ഭഗവാനുള്ളത്, അവിടെയാണ് ശിവനുള്ളത്. അവിടെ പോയിട്ട് നമ്മൾ തൊഴണം.
നമ്മൾ ചെറുതിലെ അമ്മേൻ്റെ കൂടെയെല്ലാം വരുമ്പോൾ നല്ല രസമാണ്. കാരണം അമ്മയും അനിയത്തിയും ഞാനും ആരെങ്കിലും ഉണ്ടാവും വീട്ടിൻ്റെ അടുത്തുനിന്ന്. പുലർച്ചയ്ക്ക് ഫസ്റ്റ് ബസ്സിന് വരും. അപ്പോൾ നല്ല മഴയും കാറ്റും എല്ലാം ഉണ്ടാവും, കുടയും ഉണ്ടാവും കയ്യിൽ. ഡ്രസ്സ് ഈറനോടെ കുളിച്ച് കയറേണ്ടതുകൊണ്ട് ഒരു പെയർ ഡ്രസ്സ് എടുക്കും കൂടെ. നല്ല രസമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് കുളിച്ച് പേടിയായിരിക്കുമല്ലോ പിന്നെ ഈ പുഴയിലെല്ലാം കീയാൻ. കൈയെല്ലാം ഇങ്ങനെ പിടിച്ച് മെല്ലെ മെല്ലെ കുളിച്ച് ഭഗവാനെ തൊഴുതിട്ട് രാത്രിയാവും നമ്മൾ എത്തുമ്പോൾ വീട്ടിൽ. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിക്ക് പറഞ്ഞ് വേഗം അങ്ങ് പോകുന്നത്. പണ്ടത്തെ ആ ഒരു വൈബ് അത് സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് ബാവേലി പുഴയാണ്. അങ്ങനെ നമ്മൾ മെല്ലാതെ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ചന്തയെല്ലാം കാണാനുണ്ട്. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ വീഡിയോസെല്ലാം എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പകൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ പിന്നെ രാത്രിയൊന്നും അങ്ങനെ ഒരുവിധം വീഡിയോസൊന്നും കണ്ടിട്ടില്ല കൊട്ടിയൂർ രാത്രി കാലങ്ങളിൽ. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ രാത്രിയിലെ വീഡിയോ എടുത്തത്. ഇതാണ് കേട്ടോ കൊട്ടിയൂർ ഓടപ്പൂവ്. അപ്പോൾ ഇത് ചില വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതാക്കുക. അങ്ങനെ നമ്മൾ കൊട്ടിയൂരപ്പനെ കണ്ടെത്തി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന കേട്ടോ. ഇനി അടുത്ത കൊല്ലം വരെ ഭഗവാനെ കാണാൻ കാത്തു നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.